പശ്ചിമബംഗാളിൽ ഇ.ഡി. റെയ്ഡിനിടെ നാടകീയ രംഗങ്ങൾ. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഏജൻസിയായ ഐപാക്കിന്റെ ഓഫീസിൽ ഇന്ന് രാവിലെയാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത്. അല്പനേരം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ടെത്തി. കേന്ദ്ര സർക്കാർ ഇ.ഡിയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് അവർ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷായെ നിയന്ത്രിക്കണം എന്ന് മമത ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ ജയിക്കണം എങ്കിൽ മാന്യമായി രാഷ്ട്രീയമായി പോരാടണം. ഞങ്ങളുടെ ഐ.ടി. സെൽ ഓഫീസിൽ എന്തിനാണ് റെയ്ഡ് നടത്തുന്നത്? തങ്ങളുടെ വോട്ടർമാരുടെ പേര് വെട്ടിക്കളയുന്നു. ഇത് തുടർന്നാൽ ബംഗാളിൽ നിന്ന് ഒരു സീറ്റ് പോലും ബി.ജെ.പിക്ക് കിട്ടില്ലെന്നും മമത പറഞ്ഞു. ഐപാക് ഓഫീസിലും മേധാവി പ്രതീക് ജെയിനിന്റെ വീട്ടിലും ഒരേ സമയമാണ് ഇന്ന് രാവിലെ ഇ.ഡി. ഉദ്യോഗസ്ഥർ എത്തിയത്. ഉടനെ മമതാ ബാനർജി ജെയിനിന്റെ വസതിയിൽ വന്ന് പച്ച നിറത്തിലുള്ള ഫയലെടുത്ത് പുറത്തേക്ക് പോയി. തന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഫയലെടുക്കാനാണ് ഇ.ഡി. വന്നത് എന്ന് മമത ആരോപിച്ചു. തങ്ങളുടെ സ്ഥാനാർത്ഥി വിവരങ്ങൾ ശേഖരിക്കാൻ അമിത് ഷാ അയച്ചതാണ് അവരെയെന്നും മമത പറയുന്നു. തൊട്ടുപിന്നാലെ ഐപാക്കിന്റെ ഓഫീസിലേക്ക് മമതയെത്തി. 45 മിനിറ്റോളം മുഖ്യമന്ത്രി അവിടെ ചിലവഴിച്ചു. തൃണമൂൽ കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഐപാക്. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ്. നികുതി കൃത്യമായി അടയ്ക്കുന്നുണ്ട്. തിരഞ്ഞെടുത്തു പ്രതിനിധികളുണ്ട്. എന്തുകൊണ്ട് ബി.ജെ.പി. ഓഫീസിൽ റെയ്ഡ് നടത്തുന്നില്ല? ജനാധിപത്യത്തെ കൊല്ലാൻ എല്ലാ ശ്രമവും അവർ നടത്തുന്നില്ലേ എന്നും മമത ചോദിച്ചു. ഇ.ഡി. കൽക്കത്ത ഹൈക്കോടതിയിൽ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ എസ്.ഐ.ആറിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറത്താക്കി എന്ന് മമത പറയുന്നു. ഇപ്പോൾ ഇ.ഡിയെ അയച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥി വിവരങ്ങൾ എടുക്കാനാണ് ശ്രമം എന്നും മമത ആരോപിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഐപാക്കിന്റെ ഓഫീസിൽ നിന്ന് ഒരു കൂട്ടം ഫയലുകൾ എടുത്ത് മമതയുടെ വാഹനത്തിൽ വയ്ക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. വരുന്ന ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലാണ് തൃണമൂൽ കോൺഗ്രസ്. 2019 മുതൽ തൃണമൂൽ കോൺഗ്രസിനു വേണ്ടി ഐപാക് പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം 300ഓളം പേരാണ് ഈ സംഘത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇ.ഡി. റെയ്ഡിനെതിരെ ബംഗാളിലുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മമത പ്രഖ്യാപിച്ചു. അതേസമയം മമതയുടെ നടപടിക്കെതിരെ ഇ.ഡി. കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. നിയമവിരുദ്ധ കൽക്കരിക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു റെയ്ഡ്. തങ്ങളുടെ പ്രവർത്തനം തടയുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. നിർണായക രേഖകൾ മമത എടുത്തുമാറ്റിയെന്നും ഇ.ഡി. പറയുന്നു. ഡൽഹിയിലും ബംഗാളിലും റെയ്ഡ് നടത്തിയിരുന്നു എന്നും ഇ.ഡി. കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് സുവ്ര ഘോഷ് ഹർജി നാളെ പരിഗണിക്കും.